ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിൻസി അലൂഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം ശക്തമാക്കി സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആലോചന. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസിയോട് ഷൈൻ ക്ഷമാപണം നടത്തുകയും ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകി. ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസി അലൂഷ്യസ് യോഗത്തിൽ നിലപാടെടുത്തു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സഹിൻ, ഈ നിയമപരമായ നടപടികൾക്കില്ല എന്നുള്ളത് വിൻസി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ പരാതി കൂടി ഒത്തുതീർപ്പാക്കുകയാണ് ഷൈൻ്റെ ക്ഷമാപണത്തിൽ, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഷൈൻ ടോം ചാക്കോയും ഇന്നലെ വിൻസി അലോഷ്യസും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ഷൈൻ വിൻസിയോട് ക്ഷമാപണം നടത്തിയിരുന്നു. മാത്രമല്ല, താൻ ഇനി യാതൊരു വിധത്തിലുള്ള ശല്യവും ചെയ്യില്ല, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള തെറ്റും ഉണ്ടാകില്ല എന്ന് ഷൈൻ പറയുകയും ചെയ്തു. താൻ പറഞ്ഞ കാര്യങ്ങൾ വിൻസി കളിയായി പറഞ്ഞ കാര്യങ്ങൾ വിൻസി കാര്യമാക്കി എടുത്തതായിരിക്കാം എന്നാണ് ഷൈൻ്റെ അവകാശവാദം. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ ക്ഷമാപണം വിൻസി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല, ഇവർ തമ്മിലുള്ള തർക്കം അത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നീക്കം അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റി ഒരു താക്കീതോടുകൂടി ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ പരാതി പുറത്തുപോയതിൽ വലിയ രീതിയിലുള്ള അമർഷം വിൻസി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇതൊരു പോലീസ് കേസുമായി പോകുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്നും വിൻസി പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസി അലോഷ്യസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി പുറത്തു വന്നപ്പോൾ അത് വിൻസി വലിയ രീതിയിൽ വിൻസിക്ക് അമർഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ, അതിനോടൊക്കെ യോജിക്കുമെന്നുള്ള നിലപാടാണ് വിൻസി അലോഷ്യസ് സ്വീകരിച്ചത്. ഇതിനിടയിൽ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള അന്വേഷണം ശക്തമാക്കാൻ കൊച്ചി സിറ്റി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷൈനെ അന്ന് ഹോട്ടലിൽ നിന്നും ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ കൊണ്ടാക്കിയ യുവാവിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. രാസപരിശോധനാ ഫലം വന്നിട്ട് മതി ഷൈനെ ഇനി ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഓക്കെ, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ നിന്ന് വിൻസി അലൂഷ്യസ് പിന്മാറുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. അതൊരു ഒത്തുതീർപ്പിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ക്ഷമാപണത്തോട് എത്തിച്ചേരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുകയാണ്. അതേസമയം പോലീസ് അവർ ആരംഭിച്ചിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നും സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു.